രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങളിലൊന്നായ ചെങ്കോട്ടയ്ക്ക് മുന്നിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അതിഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിച്ചു എന്നു പറയാതെ വയ്യ. 8 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. 20 പേരിൽ എത്ര പേർക്ക് ഗുരുതരമായ ആരോഗ്യാവസ്ഥയിലുണ്ട് എന്നതും നമുക്ക് ഒരു ഉറപ്പ് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ അത്രയും പരമപ്രധാനമായ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇത്രയും വലിയൊരു ഭീകരാക്രമണം എന്ന കാര്യത്തിൽ നമുക്കൊരു തീർച്ചപ്പെടുത്താനായിട്ടില്ല എങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു സ്ഫോടനം നടത്താൻ എങ്ങനെ കഴിഞ്ഞു? അതിലുള്ള സുരക്ഷാ വീഴ്ച, ഇന്റലിജൻസ് വീഴ്ച, ഇക്കാര്യത്തിലൊക്കെ ഒരു അന്വേഷണം ഉണ്ടാവേണ്ടതല്ലേ? അർത്ഥത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും വരേണ്ടതല്ലേ ഈ സമയമെങ്കിലും? സൈഫുദ്ദീൻ, തീർച്ചയായിട്ടും എന്തായാലും ഇന്നലെ തന്നെ IB ഡയറക്ടറുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങളൊക്കെ വിശദീകരണം തേടിയിരുന്നു. പ്രത്യേകിച്ച് ഒരു ഇന്റലിജൻസ് വീഴ്ച അല്ലെങ്കിൽ ഇന്റലിജൻസ് ഫെയിലർ എന്ന രീതിയിലേക്ക് ഒരു നിഗമനത്തിലേക്ക് എത്താൻ ഇതുവരെ ആയിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഭീകരർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില മൊഡ്യൂളുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ചില സൂചനകൾ ലഭിക്കുക. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 7ഓളം പേരെ അറസ്റ്റ് ചെയ്തതിൽ 3 പേർ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നാണ് 3 പേരെ അറസ്റ്റ് ചെയ്തത്. ഗുജറാത്ത് ATS ആണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവരിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മറ്റു സ്ഥലങ്ങളിലേക്കും പരിശോധന വ്യാപിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ 4 ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരുമായിട്ട് ഈ ഇന്നലെ ഇവിടെ മരണപ്പെട്ടവർക്ക് ബന്ധമുണ്ടോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവർക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിലും കൂടുതൽ വിവരങ്ങൾ വരേണ്ടതായിട്ടുണ്ട്, അതിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ചില അഭ്യൂഹങ്ങൾ മാത്രമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങളെപ്പറ്റി നമുക്ക് ലഭിച്ച ചില വിവരങ്ങൾ നമ്മളിപ്പോൾ പങ്കുവെക്കാത്തത്. അത് കൃത്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സർക്കാർ വൃത്തങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിടുന്ന മുറയ്ക്ക് അത്തരം വിവരങ്ങൾ പുറത്തുവിടാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരം ചില അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ അത്തരം ചില വാർത്തകൾ ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ അന്വേഷണം വിവിധ ഏജൻസികൾ കേന്ദ്രീകരിച്ച് സംയുക്തമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ പോലീസ് സേന, അതോടൊപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധർ, NSG, അതോടൊപ്പം തന്നെ സേനയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം, അത്തരത്തിൽ വിവിധ ഏജൻസികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. അതിൽ എന്തായാലും ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് ചെറിയ ചില നിഗമനങ്ങളിലേക്ക് അന്വേഷണ സംഘങ്ങൾ എത്തിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അവർ റിപ്പോർട്ട് തയ്യാറാക്കിയതിനു ശേഷമായിരിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറുക. അതിനുശേഷമായിരിക്കും ആഭ്യന്തര മന്ത്രാലയം ഈ സ്ഫോടനത്തിന്റെ അല്ലെങ്കിൽ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വിശദീകരിക്കുക. അത് ഉടൻ തന്നെ ഒരു വിശദീകരണം ഉണ്ടാകും എന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകേണ്ടത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവർ അതിന്മേലുള്ള കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകും, ഉടൻ തന്നെ വിശദീകരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ തുടരുന്നത്. എന്തായാലും 8 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ 3 പേർ ഈ I-20 വാഹനത്തിൽ ഉണ്ടായിരുന്നവരാണ്. അവർ ചാവേറുകളായി മാറി എന്നതിലും ചില സംശയങ്ങൾ നിലനിൽക്കുകയാണ്. 3 പേർ ആണോ എന്നുള്ളതിലും ചില അവ്യക്തതകൾ തുടരുകയാണ്. അതിൽ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. അത് എന്തായാലും അന്വേഷണ സംഘങ്ങൾ ഉടൻ തന്നെ വിശദീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. യെസ്, അത് തന്നെയാണ്. അന്വേഷണ സംഘത്തിന്റെ വരും മണിക്കൂറുകളിലെ നീക്കം നിർണായകമാണ്. എന്തൊക്കെ വിവരങ്ങൾ പുറത്തു വിടും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകം. ഇപ്പോൾ നിലവിൽ തെളിവുകളൊക്കെ ശേഖരിക്കാനുള്ള ഒരുക്കത്തിലാണ്. അവിടെ ഫോറൻസിക് പരിശോധനകൾ അടക്കം നടക്കുന്നുണ്ട്. ഇനി വരും മണിക്കൂറുകളിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമോ, അതെന്തായിരിക്കും, എവിടേക്കായിരിക്കും ഈ അന്വേഷണം നീങ്ങുക, പ്രത്യേകിച്ച് ഇപ്പോൾ നടന്ന സ്ഫോടനത്തിന്റെ ഉത്തരവാദി ആരാണ്, അതിന് പിന്നിൽ ലക്ഷ്യം എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാനുമുണ്ട്. അത്തരം അന്വേഷണങ്ങളിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ നിർണായകമായ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ കൂടിയുണ്ട്. അത്തരം വിവരങ്ങളിലേക്കാണ് അന്വേഷണ സംഘവും ഉറ്റുനോക്കുന്നത്. യെസ്, സ്ഫോടനത്തിന് മുന്നേ ഈ കാർ ഡൽഹിയിൽ ചുറ്റിക്കറങ്ങിയതിന്റെ കൃത്യമായ സംശയങ്ങളുണ്ട്, CCTV തെളിവുകളുണ്ട്. ആ നിലയ്ക്ക് അന്വേഷണം കുറെ അധികം വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടാവും. നമുക്കതിന്റെ വിവരങ്ങൾ കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ അത് എത്ര കണ്ട് ജനങ്ങളിലേക്ക് ഈ സമയം എത്തി? കാരണം ഈ സ്ഫോടനത്തിന്റെ സംഭവത്തിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്.